ഹലോ. വർഷങ്ങൾക്ക് മുമ്പ് പത്രപ്രവർത്തകരായ രണ്ട് സഹോദരങ്ങൾ ബഷീർ റഷീദ് ഇതിലൊരാൾ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നു. അതും സ്വന്തം സഹോദരിയുടെ വിവാഹ നിശ്ചയത്തിന് പിറ്റേ ദിവസം, അതായത് അങ്ങനെ ഒരു ജീവൻ ഒടുക്കാൻ മാത്രമുള്ള യാതൊരുവിധ കാരണങ്ങളുമില്ലാതെ ആ വ്യക്തി എന്തിന് ജീവൻ ഒടുക്കി എന്നതിൻ്റെ പേരിൽ ആ കുടുംബം മുന്നോട്ട് വന്നു. സഹോദരനും പത്രപ്രവർത്തകനായിരുന്നു, അദ്ദേഹവും കൂടി ചേർന്നു. അതിനു മുമ്പ് കന്നഡ പത്രത്തിൽ ഇദ്ദേഹം ചെയ്ത ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു ധർമ്മസ്ഥലയെക്കുറിച്ച്. ആ ധർമ്മസ്ഥലയാണ് ഇന്നും ചർച്ച ചെയ്യുന്നത്. കർണാടകയിലെ വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ് മഞ്ജുനാഥ ക്ഷേത്രം. മഞ്ജുനാഥ ക്ഷേത്രവും ധർമ്മസ്ഥലയും നേത്രാവതി പുഴയൊക്കെ ഇപ്പം ദുരൂഹതയുടെ നിഴലിലാണ്. ഈ ദുരൂഹത വന്നു തുടങ്ങിയത് ഇപ്പോഴല്ല, 92 മുതൽ ഈ ക്ഷേത്ര സംബന്ധമായി കുറച്ച് അനീതികൾ നടക്കുന്നു എന്നുള്ളത് പല പത്രങ്ങളിൽ, പല ചാനലുകളിൽ വന്നു. വർഷങ്ങൾക്ക് ശേഷം ഒരു യൂട്യൂബ് ചാനലിൽ അതിനെക്കുറിച്ച് സംസാരിച്ചു. ആ യൂട്യൂബിൻ്റെ വീഡിയോകളെല്ലാം നീക്കം ചെയ്തു. ആ യൂട്യൂബിൽ വീഡിയോ ചെയ്ത വ്യക്തി ഇപ്പം പലതരം കേസുകളിൽ ഇങ്ങനെ നേരിട്ട് കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ അവിടുത്തെ ഒരു ശുചീകരണ തൊഴിലാളി നടത്തിയ വെളിപ്പെടുത്തലാണ് ഇപ്പം വീണ്ടും ധർമ്മസ്ഥലയെ നമ്മുടെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നത്. നിരവധി പെൺകുട്ടികളുടെ മരണത്തിന് കാരണമായ ഒരു സ്ഥലം. ഇതിനുള്ള കാരണം എന്തായിരുന്നു എന്നുള്ളതാണ്. അതായത് ദളിതനായ ഇദ്ദേഹം അവിടുത്തെ ഒരു ശുചീകരണ തൊഴിലാളിയായി എത്തിയപ്പോൾ തന്നെ ആദ്യം കണ്ടത് നേത്രാവതി പുഴയിലൂടെ ഒഴുകി നടക്കുന്ന മൃതശരീരങ്ങളാണ്. ആ സമയത്ത് ആദ്യം വിചാരിച്ചത് പുഴയിലോട്ട് ചാടിയതോ അങ്ങനെ ഏതോ മൃതശരീരം ഒഴുകുന്നു എന്നുള്ളതാണ്. പിന്നീടാണ് മനസ്സിലായത് ഈ ക്ഷേത്രത്തിൽ വച്ച് കൊല്ലുന്നതാണ്. അതെന്തിനു കൊല്ലുന്നു, എങ്ങനെ കൊല്ലുന്നു എന്നുള്ളതൊന്നും അന്ന് ആദ്യം മനസ്സിലായില്ല. പക്ഷേ കാലങ്ങൾക്ക് ശേഷം മനസ്സിലായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൂരമായ പീഡനങ്ങൾ നേരിട്ട് പെൺകുട്ടികൾ മരിക്കുന്നു. വിവസ്ത്രയായ പെൺകുട്ടികളെ കാണേണ്ടി വരുന്നു. സ്കൂൾ കുട്ടികൾ സ്കൂൾ യൂണിഫോമിൽ ബാഗോട് കൂടി എടുത്ത് ഒഴിച്ചു മൂടേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. എത്രയോ മൃതശരീരങ്ങളെ നേത്രാവതി പുഴയിലോട്ട് തള്ളി. എതിർത്താൽ, പോലീസിൽ പറഞ്ഞാൽ ആ കിടക്കുന്ന ഒരു മൃതദേഹമായി നിങ്ങളും മാറും എന്ന് പറഞ്ഞതിൻ്റെ പിന്നാലെ ഭയം കൊണ്ടാണ് ഇത് പ്രതികരിക്കാതിരുന്നത്. 92 മുതൽ 2014 വരെ അവിടെ ഈ ജോലി ചെയ്യുകയും ഒടുവിൽ സ്വന്തം കുടുംബത്തിനകത്തുള്ള ഒരാൾക്ക് തന്നെ ക്രൂരമായ പീഡനം ഏൽക്കേണ്ടി വന്നു എന്നറിഞ്ഞ് അതിന് കാരണക്കാരൻ ആ ക്ഷേത്രത്തിലെ ഒരു ജീവനക്കാരനെന്ന് പറഞ്ഞ് ആ കുടുംബവുമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോവുകയായിരുന്നു. പിന്നീടൊരു നാൾ തിരിച്ചു വന്ന് ഇത് വെളിപ്പെടുത്തുകയായിരുന്നു. എന്തിനാണ് ഇത് ചെയ്തത് എന്നുള്ളതിൻ്റെ കാര്യം 100ഓളം പെൺകുട്ടികളെ കാണാതായവരും ഈ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾ, കോളേജ് വിട്ട് വരുന്ന കുട്ടികൾ, ഒളിച്ചോടിപ്പോയി എന്ന് കരുതുന്ന കുട്ടികൾ, ഇവരെയൊക്കെ കുറേ കാലം കഴിഞ്ഞ് ഇവരെ കാണാനില്ല, എവിടെയോ പോയി എന്ന് വിചാരിക്കുന്ന പലരെയും ഇദ്ദേഹം കണ്ടിട്ടുണ്ട്. കൊന്ന് മുഹമ്മദ് ആസറൊഴുക്കി വികൃതമാക്കി. പിന്നെ അതുപോലെ തന്നെ കുറേ പുരുഷന്മാരുടെ, ഒരു പക്ഷേ അവരെ എതിർത്തവരാവാം, കൊന്ന് കുഴിച്ചു മൂടിയിട്ടുണ്ട്, നേത്രാവതി പുഴയിലോട്ടെടുത്ത് എറിഞ്ഞിട്ടുണ്ട്. എന്താണ് നമ്മുടെ രാജ്യത്ത് നടന്നത്? അവിടെ നടക്കുന്നത് ദുഷ്കർമ്മമായിരുന്നു, മറ്റ് ലൈംഗിക ചൂഷണങ്ങളായിരുന്നു. എങ്ങനെ ഈ കുട്ടികൾ അവിടെ എത്തി എന്നുള്ളതാണ് നമ്മൾ ഇപ്പം നമുക്ക് ഒരു വ്യക്തതയില്ലാതിരിക്കുന്നത്. ഒരു പക്ഷേ ഒരു കോളേജിൽ നിന്ന് ഇറങ്ങിപ്പോയ കുട്ടി പിന്നെ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ മറ്റൊരു സ്ഥലത്ത് മരിച്ചതായി കാണുന്നു. ഇത്രയും പെൺകുട്ടികളുടെ അല്ലെങ്കിൽ കൊച്ചു കുട്ടികളുടെ മരണത്തിന് കാരണമാകാൻ അതിക്രൂരമായ രീതിയിലുള്ള മർദ്ദനങ്ങൾ, ലൈംഗിക പീഡനങ്ങൾ ഇതെല്ലാം അനുഭവിച്ചു. ഒരു ക്ഷേത്ര പശ്ചാത്തലത്തിലാണ് ഇതെല്ലാം നടന്നത്. ഇന്ന് ഈ മൊഴി പുറത്ത് പറഞ്ഞിട്ട് പോലും ഇതിനെക്കുറിച്ച് കാര്യമായ രീതിയിൽ അന്വേഷിക്കാൻ ഇവിടെ ആരും തയ്യാറാകുന്നില്ല. എത്രയോ അസ്ഥികൂടങ്ങൾ ഇപ്പം കാട് അന്വേഷിച്ച് ഈ സ്ഥലങ്ങളിലൊക്കെ ഞാൻ കുഴിച്ചു മൂടിയിട്ടുണ്ട്, അവിടെ എന്തെങ്കിലും അസ്ഥികൾ കിട്ടുമെന്ന് പറഞ്ഞ് പലതരത്തിൽ അന്വേഷിച്ചു അസ്ഥികൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ നമ്മുടെ കർണാടക ഗവൺമെൻറ്, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ആരും തന്നെ ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ മറുപടി തരുന്നില്ല. എങ്ങനെ ഇത്രയും മരണങ്ങൾ അവിടെ സംഭവിച്ചു, എന്തിന് ഇത്രയും പേരെ കൊന്നു, അല്ലെങ്കിൽ എന്തിന് ഇത്രയും പേരെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നുള്ളതിൻ്റെ വ്യക്തമായ വിവരം ഇവിടെ ആരും തരുന്നില്ല. ബലി കൊടുത്തതോ, ഇനി നമുക്കറിയാലോ ആഭിചാരങ്ങൾ വിശ്വസിക്കുന്നവരുണ്ട്, അവർ ബലി കൊടുത്തതോ, അതോ ഇനി കുട്ടികളെല്ലാം കൊണ്ടുവന്ന് വല്ലവർക്കും കാഴ്ച വച്ചതോ, എന്താണ് സംഭവം എന്നൊന്നും വ്യക്തമായി ഇതുവരെയും പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, ഇതിൻ്റെ പിന്നിൽ ശക്തമായ കൈകളുണ്ട്. അല്ലെങ്കിൽ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മാധ്യമ പ്രവർത്തകൻ്റെ മരണം നടന്നിട്ട് പോലും, ആ കുടുംബം ഒന്നോടെ ഇറങ്ങിയിട്ട് പോലും ആരും അതിനെക്കുറിച്ചുള്ള പിന്നീട് ഒരു അന്വേഷണം നടത്താൻ തയ്യാറായില്ല. അതുമാത്രമല്ല, അന്ന് പത്രത്തിലൂടെയാണ് വിവരങ്ങൾ എഴുതി അറിയിക്കുന്നതെങ്കിൽ പത്രം കഴിഞ്ഞ് TV വന്ന് ഇങ്ങ് യൂട്യൂബ് ചാനലുകൾ ഇവിടെ അങ്ങോളം ഇങ്ങോളം വന്നിട്ട് ഒരു യൂട്യൂബ് ചാനലിൽ ആ വിവരം ഇട്ടപ്പോൾ പോലും എന്തെല്ലാം കാര്യങ്ങൾ യൂട്യൂബ് ചാനലുകൾ ഇടാറുണ്ട്. യൂട്യൂബ് ചാനലിൽ ആ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ പിറകെ പിന്തുടർന്ന് വന്ന് ആ വീഡിയോ യൂട്യൂബ് നീക്കം ചെയ്ത് ആ വ്യക്തി ഇപ്പം നിരന്തരം കേസുകളുടെ പിന്നാലെ നടക്കണമെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ളവർ ഞങ്ങളെ ആരെങ്കിലും ഇതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുന്നുണ്ടോ, ഇതാരെങ്കിലും പുറം ലോകം അറിയുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ക്രൂരകൃത്യങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ധർമ്മസ്ഥലയിൽ. എവിടേക്കൊക്കെയോ ഈ കാര്യങ്ങൾ വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഞങ്ങൾ പിടിക്കപ്പെടുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ അവിടെ ആളുണ്ട്. അല്ലെങ്കിൽ ഒരു യൂട്യൂബിലൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് ആ വീഡിയോ നീക്കം ചെയ്യാൻ മാത്രമുള്ള ആക്രമണങ്ങൾ നടക്കണമെങ്കിൽ ആ വ്യക്തി ഇപ്പോൾ നേരിടുന്ന കേസുകൾ
അപ്രതീക്ഷിതമായ കേസുകളാണ് ആ വ്യക്തിയുടെ തലയിൽ വന്ന് കയറിയത്. ആ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ 1-2 വീഡിയോ ചെയ്തു. ഈ ശുചീകരണ തൊഴിലാളി ഈ കാര്യം പറഞ്ഞതിന് ശേഷം ചെയ്ത വീഡിയോയും യൂട്യൂബ് നീക്കം ചെയ്യുകയാണ് ഉണ്ടായത്. ആ വ്യക്തിക്ക് പലതരത്തിലുള്ള സൈബർ ആക്രമണം നേരിടുന്നു. ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ചാനലുകൾക്കും പലതരത്തിലുള്ള ആക്രമണങ്ങൾ നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ധർമ്മസ്ഥലയിൽ ഈ കാര്യങ്ങൾ ചെയ്തതിൻ്റെ പിന്നിൽ ശക്തമായ കൈകളുണ്ട്. അതിൽ രാഷ്ട്രീയ പിൻബലമുണ്ട്, സാമ്പത്തിക പിൻബലമുണ്ട്, മറ്റു പലരുടെയും സ്വാർത്ഥ ലക്ഷ്യങ്ങളുണ്ട്, ഇതെല്ലാമുണ്ട്. ഇത് ഒരു ധർമ്മസ്ഥല. ഇതുപോലെ എത്ര ധർമ്മസ്ഥലകൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു നോർത്ത് ഇന്ത്യൻ യുവതിക്ക് വന്ന അനുഭവം ഇവിടെ പറഞ്ഞതാണ്. എന്താണ് ഇതിൽ സംഭവിച്ചുകൊണ്ടിരിക്കണം എന്നറിയണമെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ചുമതലപ്പെടുത്തിയവർ ഇതിനെ യാതൊരുവിധ ഭയവുമില്ലാതെ അന്വേഷിക്കണം. മാധ്യമങ്ങൾ എന്നും ഇതൊക്കെ കണ്ടുപിടിക്കാൻ മുന്നിൽ തന്നെ ഉണ്ടാകും. അവരെ ഭയപ്പെടുത്തേണ്ട. ഒരു മാധ്യമപ്രവർത്തകൻ മരിച്ചുവെന്നോ ഒരു മാധ്യമപ്രവർത്തകനെ പേടിപ്പിച്ചിരുത്തിയെന്നോ 4 വീഡിയോകൾ ഇവിടെ ഷൂട്ട് ചെയ്തിടാൻ സമ്മതിച്ചില്ലെന്ന് വെച്ചോ പേടിച്ച് പിന്മാറുന്നവരല്ല മാധ്യമങ്ങൾ. മുൻനിര മാധ്യമങ്ങളാവട്ടെ എല്ലാവരും ഇതിനൊപ്പം കൂടിയുണ്ട്. ഇപ്പോൾ ഇവിടെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന മേധാവികൾ ഇതെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ മാത്രമേ എത്രയോ കാണാതായ പെൺകുട്ടികളുടെ അമ്മമാരുടെ കണ്ണുനീര്, സ്കൂളിൽ പോയ കുട്ടികളുടെ അവരുടെ കുടുംബത്തിൻ്റെ കണ്ണുനീര്, ഈ ഭയത്തോടെ അവിടെ ജോലി ചെയ്തവർ, ഈ ശുചീകരണ തൊഴിലാളിയുടെ ഇത്രയും കാലത്തെ മാനസികാവസ്ഥ, ഇതെല്ലാം പരിഗണിച്ച് അതിനെ അന്വേഷിച്ച് എന്തിന് ധർമ്മസ്ഥല ഒരു പെൺകുട്ടികളുടെ ഒരു കൊലക്കളമായി മാറി എന്നുള്ളതിൻ്റെ പൂർണ്ണ വിവരം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു സാധാരണ പൗരൻ അത് അറിയേണ്ട ആവശ്യമുണ്ടെന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. അതിനുള്ള കാര്യങ്ങൾ ഇനിയെങ്കിലും മടി കൂടാതെ ചെയ്തു തരേണ്ടത് നമ്മുടെ നിയമത്തിൻ്റെ കടമയാണ്. സാധാരണ പൊതുജനങ്ങളോടുകൂടെ, അതായത് നമ്മളെ വിശ്വസിച്ച് നിങ്ങളെയും വിശ്വസിക്കുന്ന നിയമങ്ങളെ വിശ്വസിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് ചെയ്തു തരേണ്ട ഒരു സാധാരണ പൗരൻ്റെ അവകാശമാണ്. ഇതെന്താണെന്ന് ശരിക്കും സംഭവിച്ചതെന്ന് ഞങ്ങളെ അറിയിക്കുക എന്നുള്ളത്.